പിന്നെ CPM-ഉം ഈ പറയുന്ന സർക്കാരുകളും ഈ ഫ്രോഡ് പണി കാണിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് രണ്ട് അഭിപ്രായം ഇല്ല. അപ്പോൾ ഈ CBIക്ക് ഇദ്ദേഹം പോകുന്ന ഉടൻ തന്നെ CBI അന്വേഷണം ഓക്കെ എന്ന് പറയുന്ന സമയത്ത് ഞാൻ കരുതിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പരമാവധി ആയല്ലോ. ഇനിയിപ്പോൾ അവർ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടാവും, അവർക്ക് സേഫാക്കാനുള്ളവരെയൊക്കെ സേഫാക്കിയിട്ടുണ്ടാവും. ബാക്കി ഇനി CBI വരട്ടെ. ഈ ഇലക്ഷൻ സമയം ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് കിടന്ന് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് എന്നുള്ള തലത്തിൽ പൊതുജനം കണ്ടാലോ എന്നൊക്കെ കരുതിയായിരിക്കും CBIക്ക് വിട്ടതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിൻ്റെ പുറത്ത് വീണ്ടും ഈ പറയുന്ന പോലുള്ള ഉഡായിപ്പ് പരിപാടികൾ കാണിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു തൊലിക്കെട്ടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, വണ്ടിപ്പെരിയാറിലെ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. ഒരു പെൺകുട്ടിയുടെ മരണവുമായിട്ട് 6 വയസ്സുള്ള കുട്ടിയുടെ അത് ഒരു ദിവസം മേഴ്സർ റിപ്പോർട്ട് എഴുതാൻ ഡിലേ ആയി എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പ്രധാനമായിട്ടും പ്രതിയെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. അർജുൻ എന്ന് പറയുന്ന DYFI നേതാവിനെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത് ഒരൊറ്റ ദിവസത്തെ ഡിലേ വന്നതിൻ്റെ പേരിൽ മാത്രമാണ്. കാരണം ഒരു ദിവസം കൊണ്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എവിഡൻസുകൾ മാറിപ്പോയിട്ടുണ്ടാകാം. മേഴ്സർ റിപ്പോർട്ടിൽ അത് കറക്റ്റ് അല്ല, ജനൽ തുറന്നാണോ കിടന്നത് അടഞ്ഞാണോ കിടന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു ദിവസം വൈകിപ്പോയി എന്നുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ അത് നമുക്കറിയാം, ഒരു റേപ്പ് നടക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബയോളജിക്കൽ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. എന്നിട്ട് പോലും നമുക്കതിൻ്റെ അകത്ത് ഒരു ദിവസം ഡിലേ ആയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ഇവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊന്നാണ്, ഈ പറയുന്ന കുട്ടിയെ ദിവസങ്ങളോളം കെട്ടിയിടുക, മർദ്ദിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഇതെല്ലാം സംഭവിക്കുന്നു. അതിനുശേഷം അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ദൃക്സാക്ഷികളെ ആരെയും നമുക്കിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഇനി ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ വരുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പറയുന്ന ദൃക്സാക്ഷികൾക്ക് ഒരു ഭയം ഉണ്ടായിട്ടുണ്ടാകും. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ മിഷണറികളും പോലീസും എല്ലാം ഒന്നടങ്കം ഈ പ്രതികൾക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇനി ഞങ്ങൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, CBIയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരുന്ന സമയത്ത് ഞങ്ങളെന്തെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുമോ എന്നുള്ള ഭയം ഈ പറയുന്ന ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാവും. മറ്റു ചിലർക്ക് മറ്റെന്തെങ്കിലും പ്രോത്സാഹനപരമായ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് നാളെ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ കാശോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒക്കെ ഓഫർ ചെയ്ത് അവരെ സെറ്റിൽ ചെയ്യാനുള്ള സമയമുണ്ട്. അതായത് CBI വരുന്നത് വരെ ഒരു ടൈം ബൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൈഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന വ്യക്തികളെ സെറ്റിൽ ചെയ്യുക എന്നുള്ള തരത്തിൽ രണ്ട് തരത്തിൽ, ഒന്ന് ഭീഷണി ഉപയോഗിച്ചിട്ട് സാമം ദാനം ഭേദം ദണ്ണം എന്ന് പറയുമല്ലോ, ഇത് ഉപയോഗിച്ച് അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ള സമയമാണ് അവർ ഒരു വശത്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ മറുവശത്ത് ഈ പറയുന്നത് പോലെ അവിടെ എന്തൊക്കെ എവിഡൻസ് ഉണ്ടാകുമോ, ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസ് ഉണ്ടാകും, ഫോറൻസിക് ആയിട്ടുള്ള പലതരത്തിലുള്ള എവിഡൻസുകളോട് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഒരു മരണം നടന്നിട്ടുണ്ട്, ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, അത് ദിവസങ്ങളോളം ഇത് സംഭവിച്ചതിന് ശേഷമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫോറൻസിക് എവിഡൻസുകൾ അവിടെ ഉണ്ടാകും. പക്ഷേ ഈ ഫോറൻസിക് എവിഡൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ടും ഹൈഡ് ചെയ്യാനും അല്ലെങ്കിൽ നശിപ്പിക്കുവാനും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള തലത്തിൽ ഇവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സംവിധാനത്തിന് അകത്ത് തന്നെ ആളുണ്ടല്ലോ. നമുക്കറിയാമല്ലോ ഇടതുപക്ഷത്തിൻ്റെ മിഷണറി എന്താണെന്നുള്ള കാര്യം, പോലീസ് സംവിധാനത്തിനകത്ത് തന്നെ ആളുണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് അത് മുഴുവൻ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന ടൈമിനെ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം പ്രതികരിക്കുവാൻ ഒരല്പം കൂടി ഡിലേ ആയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഇനിയും ഇതേപോലെ തന്നെ നീട്ടിക്കൊണ്ടുപോയി. നോക്കൂ, അദ്ദേഹം പറയുന്നു ഒരു ട്രാൻസ്ലേഷൻ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കേരളത്തിൽ ആളില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കേരളത്തിൽ ആളില്ല. എത്ര നേരം വേണം, എത്ര സമയം വേണ്ടതുണ്ട്? ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം പരമാവധി. ഞാൻ പറഞ്ഞത് പരമാവധിയാണ്. ഇത്രയും സെൻസേഷണലായ ഒരു കേസാണിത്. കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു കേസ്. ദിവസങ്ങളോളം ആൾക്കാർ നിരാഹാരം ഇരുന്നു, ABVP കുട്ടികൾ നിരാഹാരം ഇരുന്നു, പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാർ നിരാഹാരം ഇരുന്നു, ഇത്രയധികം പ്രക്ഷോഭങ്ങളുണ്ടായി, മാധ്യമങ്ങൾ മുഴുവൻ അവിടെ പോവുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത്രയും സെൻസേഷണലായ ഒരു കേസിനെ എത്ര ലാഘവത്തോടു കൂടിയാണ് പോലീസും സംവിധാനങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇന്ന് 14 ദിവസം ആവുമ്പോഴാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞതെന്നാണ് പറയുന്നത്. എന്നിട്ടും അത് DYSPയുടെ അടുത്ത് എത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി, അതായത് ജൂൺ 9-ന് CBI അന്വേഷണം വിട്ടുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കുന്നു. അത് കേന്ദ്ര സർക്കാരിലെത്തിയത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, 16-ാം തീയതി. നോക്കൂ, സർക്കാരിന് ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് ഒരൊറ്റ
നടപടിക്രമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ ഫ്രോഡ് കാണിക്കും നമുക്കറിയാം, പക്ഷേ ഇത്രത്തോളം എക്സ്ട്രീമിലേക്ക് അത് പോകും എന്നുള്ളത്, അതായത് ആ കുടുംബത്തിനെ കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ. അവരെന്ന് പറയുന്നത് അങ്ങനെ നിയമവ്യവഹാരങ്ങളുമായിട്ട് ഇടപഴകി ജീവിച്ചവരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്രൈമിൽ പോയി പെട്ടിട്ടുള്ള ആൾക്കാരോ ഒന്നും അല്ല. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് വലിയ ധാരണ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഏറ്റവും നല്ല ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും ഇവർ എത്ര ടൈം എടുക്കും ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് എത്താനും അതിൻ്റെ പ്രോസസ്സിലേക്ക് പോകുവാനും വേണ്ടിയിട്ടുള്ള കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൗർബല്യത്തെ ഇങ്ങനെ ചൂഷണം ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ദുഷ്ടത്തരം എന്നല്ലാണ്ട് ഇതിനെ മറ്റൊന്നും പറയാനില്ല. അവർക്ക് ഇതിനകത്ത് ഇവരാദ്യം മുതലേ പറയുകയാണ് ഇവരുടെ 4 പേരെന്തേ പെട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ മറ്റാരൊക്കെയാണ്, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒളിക്കാനില്ല മറയ്ക്കാനില്ല എന്ന്. ഈ ഒളിക്കാനും മറയ്ക്കാനും ഇല്ലാത്തത് കൊണ്ടാണോ ഇവർ 2 ആഴ്ച എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. 2 ആഴ്ച എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇത്ര തിടുക്കപ്പെട്ട് 33 പേരുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഓടുന്നത്. അതിൻ്റെ VC രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. VC രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര വലിയ പ്രഷർ ഉണ്ടായിട്ടായിരിക്കണം അദ്ദേഹത്തിന് ഇങ്ങനൊരു നടപടി എടുക്കേണ്ടി വന്നത്, ഈ സസ്പെൻഷൻ പിൻവലിക്കുന്ന നടപടി എടുക്കേണ്ടി വന്നത്. അതിൻ്റെ കുറ്റബോധം, അതിൻ്റെ പല പ്രശ്നങ്ങൾ, അത് കാരണം അദ്ദേഹത്തിന് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ പൊളിറ്റിക്കൽ പ്രഷറിലാണോ ഇത് നടക്കുക? അല്ല, അത്ര ഭീകരമായ ഒരു പൊളിറ്റിക്കൽ പ്രഷറിലാണ് നടക്കുന്നത്. SFIക്കാർ ഇൻവോൾവ് അല്ല എന്നാണ് ഇവർ പറയുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഈ പൊളിറ്റിക്കൽ പ്രഷർ ഇദ്ദേഹത്തിൻ്റെ പുറത്ത്, VCയുടെ ഉൾപ്പെടെ പുറത്ത് ചെലുത്തുന്നതെന്നുള്ള കാര്യം കൂടി പറയുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും CPMൻ്റെ വക്താക്കളും തയ്യാറായേണ്ടതാണ്.